ഹലോ ഗൈസ്, നമുക്കൊന്ന് സിമ്പിളായിട്ട് ആമ്പിൾ പൂ ഉണ്ടാക്കിയെടുത്താലോ? അതിനാദ്യം ഒരു പേപ്പർ എടുത്തിട്ട് അതിനെ 6 ഈക്വൽ സൈസിലുള്ള സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഫോൾഡ് ചെയ്തെടുക്കണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരും. ടോട്ടൽ 4 ഫോൾഡിങ്സ് ആണ് വരുന്നത്. എന്നിട്ട് അതിൻ്റെ ആ കോർണറിൽ ഇങ്ങനെ ഒരു കർവ് പോലെ വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിനെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഓരോ പെറ്റൽസും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണം. അതിനെ കംപ്ലീറ്റ്ലി കട്ട് ചെയ്യരുത്, പകുതി വരെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഓരോ പെറ്റൽസ് ഇങ്ങനെ സെപ്പറേറ്റഡ് ആക്കി എടുത്തിട്ട് ഒരേ ഡയറക്ഷനിൽ പെറ്റൽസിൻ്റെ 2 കോർണറും ഫോൾഡ് ചെയ്തെടുക്കാം. സെയിം ഡയറക്ഷനിലോട്ട് തന്നെ. ഞാനിതിപ്പോൾ എല്ലാം താഴോട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ പെറ്റലിൻ്റെ ജസ്റ്റ് അറ്റത്ത് മാത്രം പശ തേച്ചിട്ട് ഒട്ടിച്ചൊട്ടിച്ചെടുക്കാം. അറ്റത്ത് മാത്രമേ വരാവുള്ളൂ, നടുക്ക് വരരുത്. എന്നാൽ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പിൽ ഫുൾ കവർ ചെയ്ത് വരുമ്പോൾ വരും. പിന്നെ നമുക്ക് ഇതിൻ്റെ അടിയിൽ ഒരു ഹോള് വേണമായിരുന്നു. ഞാൻ എടുത്ത ക്ലിപ്പ് അങ്ങ് കട്ടായിപ്പോയി. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പെറ്റൽസിനെയും സെയിം മെത്തേഡിൽ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. ഓരോന്നിനെയും ഓരോ പെറ്റലും സെപ്പറേറ്റഡ് ആയിട്ട് എടുത്ത് ഫോൾഡ് ചെയ്ത് അങ്ങനെ ഫുൾ ബാക്കി റിമെയിൻ ചെയ്യുന്ന 5 പീസിനെ നമ്മൾ അങ്ങനെ തന്നെ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. പിന്നെ അടുത്ത മാസം ഫെബ്രുവരി വാലന്റൈൻസ് ഡേക്കല്ലേ വരുന്നേ. ലിറ്റിൽ ഫുഡ്സ് അങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരുന്നേ, ആവശ്യം വരും. കാരണം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ആണ്. കാരണം ഇത്രയും നാൾ നമ്മൾ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കില്ലേ, പക്ഷെ നമുക്ക് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കാം. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ സീരീസ് ആണ് നെക്സ്റ്റ് വരുന്ന ഓരോ വീഡിയോസും. അപ്പം എങ്ങനെ കൂടെ കൂടുതലല്ലേ, നമുക്ക് സെറ്റാക്കാൻ. ഈ വാലന്റൈൻസ് ഡേ നമ്മൾ കളറാക്കും. ഇന്നത്തെ വീഡിയോസ് കാണാത്തവരൊന്ന് കയറിക്കണ്ടായിരുന്നേ. കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കിയത്. പ്രത്യേകിച്ച് മുടക്കൊന്നുമില്ലല്ലോ, ചെയ്തമില്ലാത്തൊരു ഉപകാരം നിങ്ങൾ ചെയ്തിരുന്നേ. ഇനി വേറൊരു പേപ്പർ എടുത്തിട്ട് അതിനെ നമ്മൾ പേപ്പർ റോളായിട്ട് എടുക്കണം. അതിനെ ചുറ്റി എടുത്തിട്ട് പശ വെച്ച് കോർണറിന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ആദ്യം ഉണ്ടാക്കി വെച്ച പീസിലോട്ട് നമ്മൾ പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ആ ഹോളിൽ കൂടെ കയറ്റി വിടുക. പിന്നെ ബാക്കിയുള്ള പെറ്റൽസിൽ പശ തേച്ചിട്ട് ഈ റോളിലൂടെ കയറ്റി ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കണം. ഞാൻ ഫുൾ പീസ് ഒട്ടിച്ചു കൊടുക്കുക. ലാസ്റ്റ് വണ്ണ് മാത്രം ഫോൾഡിങ്സ് താഴോട്ട് വരുന്ന രീതിക്ക് ഒട്ടിച്ചു കൊടുക്കണം. നമ്മുടെ സിമ്പിളായിട്ടുള്ള ആമ്പൽ ഇവിടെ റെഡിയായി. എനിക്കിപ്പോൾ വൈറ്റാണ് കിട്ടിയത്. നിങ്ങൾക്ക് ലാവൻഡർ ഓർ റോസ്